last full day in Italy. Tomorrow morning we are flying out. Look, a rainbow. ഞങ്ങളുടെ ഫേവറേറ്റ് ബസ് നമ്പർ 64 അല്ലെങ്കിൽ 63 അല്ല 62 അല്ലെങ്കിൽ 64. മെയിൻ അട്രാക്ഷൻസ് ഒക്കെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസിൽ നിന്ന് ബസ് അടിച്ചാൽ മതി. ലൈക്ക് ഇതുണ്ട്, പിന്നെ വത്തിക്കാനുണ്ട്, പിന്നെ എന്തായിരുന്നു നമ്മൾ ഇന്നലെ പോയത്, പാന്തിയോൺ ഉണ്ട്. സോ എവറിത്തിങ്സ് ലൈക്ക് ഈ ബസ്സിൽ ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നു. How pretty this is, so cute. എങ്ങനെയുണ്ട് ബസ് ജേർണി? Very nice. Very convenient to be honest. Yeah, ഇറങ്ങിയ ഒരു മൂവ്മെന്റ് ആണ്. നമ്മൾ നടക്കുന്ന ഒരു മൂവ്മെന്റ് കഷ്ടിയില്ല. I wanted to show you guys my aloha shirt. ബട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് മാഷിലിൻ്റെ ഔട്ട്ഫിറ്റ് എടുത്തൊരു അല്ലേ മാഷ് ഒരാൾക്കാരാന്ന് പറയുമോ? ഞാൻ ഇന്നലെ ഇവിടെ നടന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഈസ് സെൻറ്റ് മേരി മജോറി. ഇവിടെയാണ് മാർപ്പാപ്പേനെ കുഴിച്ചിട്ടിരിക്കുന്നത്. വൺ ഓഫ് ദ ഏത് മാർപ്പാപ്പനോട് കുഴിച്ചിട്ടേക്കണേ? ഫ്രാൻസിസ്. അപ്പം നമ്മൾ ആ പള്ളി കാണാനാണ് വന്നത്. എല്ലാ പള്ളിയാണ്. ഇതിനുള്ളൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ഗൈഡ് ബുക്ക് ചെയ്യുക. ഒരാൾക്ക് €6 വരും. യു ഡോണ്ട് ഹാവ് ടു സ്റ്റാൻഡ് ഇൻ ദ ക്യൂ. നമുക്ക് ടിക്കറ്റ് ഇടാൻ തരും. വലിയ ക്യൂ ആയിരുന്നു. ലൈക്ക് ഒരു 1.5-2 hours നിൽക്കുന്നത്. ഞങ്ങൾ ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് ഭാഗ്യത്തിന് ടൈം ഉണ്ടായിരുന്നു. ഞെക്കി എടുത്തു, കിട്ടി. പക്ഷെ നേരത്തെ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. യാ ഹോൾ ഓഫ് പോപ്സ്. കുറേ പോപ്പുകളുടെ പറ്റി ഫോട്ടോസും അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ പോപ്പുകളും അവരുടെ പേരും ഡീറ്റെയിൽസും സ്കാൻ ചെയ്തിട്ട് അവരെ പറ്റി വായിക്കാൻ പറ്റും. It's a big angel. ഇത്രയും വലുതായാലും എൻ്റെ കൈ, എൻ്റെ ഇതിൻ്റെ കാലും കണ്ടു. കട്ട് ചെയ്ത്
ദ ഹോളി ഡോർ. നമ്മൾ ജൂബിലി ഇയേഴ്സിലാണ് ഹോളി ഡോറ് പോപ്പ് തുറന്നിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ 3 ഹോളി ഡോറാണ് റോമിലുള്ള. ഒരെണ്ണം സെൻറ്റ് പീറ്റർ ബസിലിക്കയിൽ, പിന്നെ വേറൊരു പള്ളി, പിന്നെ ഇത് സെൻറ്റ് മേരി ദ മജോറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ. സോ ഞങ്ങളിപ്പോൾ ഹോളി ഡോർ ബേസിക്കലി നമുക്ക് സ്പിരിച്വൽ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഹോളി ഡോറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ അതൊരു ഹോളി ഇതായിട്ട് കാണുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര ക്യൂ ആയിരുന്നു. ഇപ്പോൾ ക്യൂ കുറേ കുറഞ്ഞു. വന്ന സമയത്ത് ഒടുക്കത്തെ തിരക്കായിരുന്നു. ഇപ്പോൾ കുറേ ക്യൂ കുറഞ്ഞു, ആൾക്കാരും വരുന്നത് കുറഞ്ഞു. സോ ഞാൻ പള്ളിയിടാൻ കാണിച്ചു തരാം. ഇതാണ് പള്ളിയുടെ അകം. നേരത്തെ മോളിൽ പോയത് ഇത് മ്യൂസിയം, അതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ്. ഞങ്ങൾ ഓഡിയോ ഗൈഡും മേടിച്ചു. ആ പള്ളിയിൽ ഫോട്ടോ എടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. സംഭവങ്ങളുണ്ട്. അതർ പള്ളിയിൽ എഴുതിയിട്ടില്ല, അവിടെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും മെയിനായിട്ടുള്ള നടുക്ക് നമുക്ക് ഫോട്ടോസ് എടുക്കാം. കുഞ്ഞ് ഓൾട്ടർ അവിടെയും ഓപ്പോസിറ്റ് സൈഡിലുള്ള ഓൾട്ടറിലും ഫോട്ടോസ് എടുക്കാൻ പാടില്ല. എത്ര വരെ കേട്ടു ഓഡിയോ ഗൈഡ്? ഞാൻ ആർച്ച് കേൾക്കാൻ പോകുന്നുള്ളൂ. ഐസ്ക്രീം ബട്ട് ടേൺഡ് ഔട്ട് ഇറ്റ്സ് എ സോബേ. ഈ പള്ളിയുടെ ഇവിടെ ടോയ്ലറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞ് കൗണ്ടറുണ്ട്. ഇവിടെ സ്നോഫോൾ മറ്റേ ഐസ്ക്രീമും കിട്ടും, പിന്നെ കോഫി വെള്ളമൊക്കെ കിട്ടും മേടിക്കാനായിട്ട്. ഇതിന് 3 €, 2 സ്കൂപ്പിന് 1 സ്കൂപ്പ് തീർത്ത്. എങ്ങനെയുണ്ട് ഐസ്ക്രീം? നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ വെറൈറ്റി സോർബയാണ്. സോർബ നമ്മുടെ സെൻറ്റ് മേരി ഓഫ് മജോറെ ഹോളി ഡോറ് ജൂബിലി ഇയറിൽ നമ്മൾ പള്ളിയിൽ വന്ന് വിസിറ്റ് ചെയ്തു. ലുക്ക് അറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ പള്ളി. പള്ളി വിസിറ്റിന് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഫോട്ടോ എടുക്കാം. നമ്മൾ സെൻറ്റ് മേരി ദ മജോറെ പള്ളി കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു ദ ഹോളി സ്റ്റെയർസ് ചർച്ച്. അത് മുട്ട് കുത്തിയിട്ട് നമ്മൾ പോണതാണ്. പോൺഷ്യസ് പൈലറ്റിൻ്റെ പാലസിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റെയറാണ്. ദൈവം ഇങ്ങനെ നടന്ന സ്റ്റെയറാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റെലിക്കായിട്ട് മുകളിൽ വെച്ചേക്കുന്നത് ലാസ്റ്റ് സപ്പറിൽ അവർ കഴിച്ച ബെഞ്ചിൻ്റെ ഒരു പീസാണ് അവിടെ വെച്ചേക്കണേ മുകളിൽ ഇതായിട്ട്. സോ ഞങ്ങൾ സ്റ്റെപ്പ് കയറി നടക്കാനുള്ള സ്റ്റെപ്പുണ്ട് കേട്ടോ അവിടെ. ഞാൻ കുറേ നാൾ മുമ്പ് പോയിട്ടുണ്ട്, ഞാൻ പണ്ട് വന്ന സമയത്ത്. പപ്പയ്ക്കും മമ്മിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ആ പള്ളിയിൽ പോകണമെന്ന്. പക്ഷേ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ആഡ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് വേണം ട്രെവി ഫൗണ്ടനും സ്പാനിഷ് സ്റ്റെപ്സും കൂടി കവർ ചെയ്യാൻ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് പാക്ക് ചെയ്തിട്ട് വേണം നാളെ രാവിലെ 8 മണിക്ക് ഞങ്ങളുടെ ടാക്സി വരും, അതിൽ കയറി റോമിനോട് വിട പറയാനായിട്ട്. സോ ദ ലാസ്റ്റ് ഫ്യൂ സ്റ്റോപ്സ്. എൻ്റെ 256 മെമ്മറി കാർഡിൽ ഇനിയും ബാക്കിയുള്ളത് 17 ഗിഗാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത്. ഈ നമ്മളിനിയും അതാണ് നമ്മൾ പറഞ്ഞ മുട്ടുകുത്തി കയറണ പള്ളി, സ്കാല സാന്റ, വിച്ച് മീൻസ് ഹോളി സ്റ്റാർസ്.
So let's go. നമ്മൾ റോമൻ ട്രെയിനിൽ പോകുന്നു. ഇത് റോമിലുള്ള ട്രെയിനിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഫുൾ എക്സ്പീരിയൻസ് ആണ് എസ്കലേറ്റർ ഇറങ്ങുന്നത്. അവർ ലിഫ്റ്റിൽ വരും. പപ്പയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു റോമിലുള്ള ട്രെയിനിൽ പോകണമെന്ന്. സോ എസ്കലേറ്ററാണ്, മറ്റേ ലണ്ടനിലെ പോലെ. പൊക്കോളൂ, ആകാശത്തേക്ക് പൊക്കോളൂ. Is the Spanish steps. സ്പാനിഷ് സ്റ്റെപ്സ് കയറി ഒരു പരിപാടി. ഇവിടെ ഇരിക്കാൻ പാടില്ലെന്നൊക്കെ ആയിട്ട് എഴുതി വെച്ചേക്കണം, പക്ഷെ എല്ലാവരും കയറി ഇരിക്കുന്നൊക്കെ ഉണ്ട്. സോ വിച്ച് വാസ് എക്സാക്ട്ലി വാട്ട് ഐ എക്സ്പെക്റ്റഡ് വെൻ യു ടെൽ പീപ്പിൾ ഇരിക്കരുത്. Come on. ഇതാണ് ആ ഫൗണ്ടൻ. The Rome trip is finally over. I wanted to summarize what we did today. So we woke up in the morning and we went to the Santa Maria Maggiore church, which is one of the famous Pope is buried. It's a very nice church, a lot to see. We spent a lot of time there. We took an audio guide. If you want to skip the line, audio guide എടുക്കുക. അതിന് €6 ആണ് per person. And then 750 euros കൊടുക്കുകയാണെങ്കിൽ you can go upstairs. അവിടെ കുറച്ചിങ്ങനെ വ്യൂ ഉണ്ട്, ഒരു വലിയ മാലാക്കിയിട്ടുണ്ട്. എൻ്റെ ബ്ലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഒരു നൈസ് വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഹോളി ഡോറിൻ്റെ കയറുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ മുകളിൽ പോയിട്ട് എല്ലാം വിസിറ്റ് ചെയ്തിട്ട് താഴെ വന്നിട്ടാണ് ഹോളി ഡോറിൽ കൂടെ വീണ്ടും കയറിയിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം കയറി, പക്ഷേ വീണ്ടും ഞങ്ങൾ ഇറങ്ങിയിട്ട് മുകളിൽ പോയി എല്ലാം കണ്ട് തിരിച്ചു വന്നിട്ട് ഹോളി ഡോറിൻ്റെ അവിടെ പോയി. എന്നിട്ട് ഞങ്ങൾ ഹോളി ഡോറിൻ്റെ അതിൽ കൂടെ വീണ്ടും പോയിട്ട് പള്ളിയുടെ ഫുള്ള് കണ്ടു വന്നിട്ട് ഞങ്ങൾ സ്നോ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ കുറേ നേരം നടന്നു. അത് കഴിഞ്ഞിട്ട് ദേ വാണ്ടഡ് ടു ഗോ ടു ദ പള്ളി. നമ്മൾ മുട്ടിയിൽ മറ്റേ ഹോളി സ്റ്റാർസ് എന്നാണ് വിളിക്കണേ. ഈ മുട്ടൂത്തി കയറണമാണ്. അപ്പോൾ എല്ലാവരും മുട്ടൂത്തി കയറി അവിടെ പോയി കുറച്ച് കണ്ടു. ആ പള്ളി ചെറിയ പള്ളി കേട്ടോ. നമ്മൾ മുട്ടൂത്തി കയറുന്ന ഒരു ഡിലേ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ, പെട്ടെന്ന് മുട്ടൂത്തി കയറാൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ മുകളിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു കുഞ്ഞ് ഇതൊക്കെ ഉണ്ട്, അവിടെ പോയി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് താഴേക്ക് നടന്നു വരാം. പിന്നെ മുട്ടൂത്തി പോകണ്ട, നമ്മൾ താഴേക്ക് നടന്നു വരാം. അപ്പോൾ 2 പള്ളി ഒരുമിച്ച് കണ്ടു. ദെൻ വി വെൻറ്റ് ടു ട്രെവി ഫൗണ്ടനും സ്പാനിഷ് സ്റ്റെപ്സും. ട്രെവി ഫൗണ്ടൻ അവിടെ സോ മച്ച് ഓഫ് എ ക്യൂ ഗായ്സ്. പക്ഷേ കുഞ്ഞതായിട്ട് നമുക്കിങ്ങനെ അകത്തേക്കൂടെ വന്നിട്ട് നമുക്കിങ്ങനെ പോയി നിന്ന് ഫോട്ടോ എടുക്കാം. ബട്ട് കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് 9 മണി രാത്രിയാകും അവർ മറ്റേ ഈ ബാരിയർ വെച്ചിരുന്നത് ക്ലോസ് ചെയ്യും. ബട്ട് യു ക്യാൻ സ്റ്റിൽ ടേക്ക് ഫോട്ടോസ് ദർ ആൻഡ് സ്റ്റഫ്. ഫൗണ്ടന് അടുത്ത് പോകാൻ പറ്റില്ല എന്നുള്ളൂ, ബട്ട് ഫൗണ്ടൻ ഇങ്ങനെ ദൂരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ
കോയിൻ്റെ ഫൗണ്ടൻ്റെ അവിടെ ഇരിക്കാൻ പറ്റില്ല, പക്ഷേ ഫൗണ്ടൻ കാണുന്ന രീതിയിൽ ബാക്കിൽ കുറേ ഇങ്ങനെ സ്റ്റോണിൻ്റെ സീറ്റിംഗ് ഏരിയ പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്പാനിഷ് സ്റ്റെപ്സാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മോണുമെൻറ്റിൽ ഇരിക്കാൻ ഉള്ളതെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ബട്ട് പിന്നെ ഒരു ഈവനിങ് ടൈം സൺസെറ്റ് കാണാൻ ആൾക്കാർ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും എൻ്റെ പോലീസൊക്കെ എല്ലാവരും എഴുന്നേപ്പിച്ച് വിട്ടായിരുന്നു. ലൈക്ക് യു കാൺ സെറ്റ്, യു ക്യാൻ ടേക്ക് ഫോട്ടോസ് ആൻഡ് സ്റ്റഫ്, ബട്ട് യു കാൺ സെറ്റ് ഡൗൺ ദർ. അവിടെ നടന്ന് അതിൻ്റെ മുകളിലൊരു പള്ളിയുണ്ട്, ആ പള്ളിയും കണ്ടു. അത് തിരിച്ചു വന്നു, ട്രൈ ഫൗണ്ടനിൽ പോയി അവിടെയും കുറച്ച് ഫോട്ടോസ് എടുത്ത് ജസ്റ്റ് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ലൈക്ക് അബൌട്ട് റോം? വാറ്റിക്കൻ സിറ്റി മ്യൂസിയം. പിന്നെ ഞങ്ങൾ കണ്ട മിക്ക എല്ലാ ട്രാൻസാക്ഷൻസ് വെരി ഗുഡ്. എളുപ്പമുള്ള ക്യൂ സ്കിപ്പ് ദ ലൈൻ എടുത്താണെങ്കിൽ വളരെ നൈസാണ്. യു ജസ്റ്റ് ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ എ വെരി ലോങ് ടൈം. അതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുത്തത്. ജസ്റ്റ് ഗെറ്റ് ഓഡിയോ ഗൈഡ് ആൻഡ് പ്രീമിയം ടിക്കറ്റ്സ് ഉള്ള പോലെ ജസ്റ്റ് വാക്ക് ഇൻ, വെരി ഈസി. The best thing that I liked was the St. Peter Basilica, which was very worthy of seeing. And ഇന്ന് പോയ പള്ളിയിലെ the Archangels, എനിക്ക് വത്തിക്കാൻ മ്യൂസിയം വാസ് ടു മച്ച്. കുറേ സംഭവങ്ങളുണ്ട്, എനിക്കൊന്നും അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത പോലെ ഫീലിംഗ്. പക്ഷേ സെയിങ് ദാറ്റ് സെൻറ്റ് പീറ്റർ ബസിലിക്കയിൽ the best thing I had, two best things was, one was like the carpet ഉള്ള ഒരു സംഭവം വിത്ത് ഇത്, പിന്നെ സിസ്റ്റീൻ ചാപ്പലുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സംഭവം. ഇപ്പൊക്ക് റോമിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ആൻഡ് മ്യൂസിയം രണ്ടും ഇഷ്ടപ്പെട്ടു. ഇനിയും ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡല്ലോ. ജർമ്മനിയിൽ നമ്മൾ കണ്ടതിൽ സ്വിറ്റ്സർലൻഡിൽ നമ്മൾ പോയ സ്ഥലം റെയിൻഫോൾ, അതോടെ മാത്രമേ പോയുള്ളൂ. റെയിൻഫാളും പിന്നെ അവിടുത്തെ വ്യൂസ് എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. എല്ലാ സ്വിറ്റ്സർലൻഡിലും കാണുന്ന പോലെ തന്നെ അവിടെ. ജർമ്മനിയിൽ നമ്മൾ 2 ടൗണിൽ പോയി, ബാംബർഗിലും മെമിങ്ങാമിലും. ബാംബർഗ് പോയിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ പോയില്ല, അതെല്ലാം വളരെ മനോഹരമായിരുന്നു. അവിടുത്തെ ഓൾഡസ്റ്റ് ബിൽഡിങ്സ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പഴയ മോണുമെന്റ്സ് ആണ് അവിടുത്തെ. അത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അവര് ഡിഫറെന്റ് കളേഴ്സ്, ഡിസൈൻസ് എല്ലാം, ഓരോ ബിൽഡിങ്ങിനും ഓരോ ഡിസൈൻസ് അവർ കൊടുത്തിട്ടില്ല. അത് വളരെ മനോഹരമാണ്, വ്യത്യസ്തമാണ്. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളെക്കാളും വ്യത്യസ്തമായ ഒരു സ്ഥലം തന്നെ നമുക്ക് പറയാം. തീർച്ചയായും വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ കൂടെ വരുമോ? എന്താ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ താല്പര്യം? അല്ല, ഞങ്ങളുടെ കൂടെ വരാൻ നിങ്ങൾക്ക് മതിയായതല്ല, നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ വരും. സ്വിസ് ആൽപ്സിലൂടെ ഡ്രൈവ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയ്ക്കും സ്ട്രെസ് വിചാരിച്ചത്ര ഉണ്ടായില്ല. ഓട്ടോബാൻ വളരെ അമേസിംഗ് ആണ്. അപ്പോൾ വണ്ടി എനിക്ക് പറ്റാവുന്ന സ്പീഡിലൊക്കെ ഞാൻ പോയി. ഭാഗ്യത്തിന് കിട്ടിയ വണ്ടി സൂപ്പർ ആയിരുന്നു. സോ ഇറ്റ് വാസ് വെരി ഗുഡ്. പിന്നെ ബാംബർഗിൽ പോയി, മെമിങ്ങൻ പോയി, പിന്നെ ഒരു ചെറിയൊരു ടൗൺ വാങ്കൻ എന്നൊരു സ്ഥലത്ത് പോയി. അപ്പോൾ ചെറിയ സിറ്റീസൊക്കെയാണ് വിസിറ്റ് ചെയ്തത്, മെയിൻ അട്രാക്ഷൻസ് ഒന്നുമല്ല വിസിറ്റ് ചെയ്തത്. സോ ഓവറോൾ ദാറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ ഫ്രാങ്ക്ഫർട്ടിൽ കസിൻ്റെ വീട്ടിൽ പോയി, ലോങ് ലോസ്റ്റ് കസിൻ. സോ ദാറ്റ് വാസ് ഫൺ. സോ അങ്ങനത്തെ സ്മോൾ മെമ്മറീസ്, ഇറ്റ് ജസ്റ്റ് മേക്സ് ദ ഹോൾ വൈബ് അമേസിങ്. താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക്. മമ്മിക്ക് റോമിൽ പോയിട്ട് ആദ്യം എന്തൊക്കെ ഇഷ്ടപ്പെട്ടേന്ന്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പോയിട്ട് പാപ്പേനെ കാണാൻ പറ്റി, തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് പള്ളിയിൽ പോയിട്ട് ബസിലിക്കയിൽ ഞങ്ങൾ കുർബാന കണ്ടു. അത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു ചാൻസാണ്. പിന്നെ അവിടുത്തെ മ്യൂസിയം, അതും ഭയങ്കര എന്താ പറയുക, മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പേനെ അടക്കം ചെയ്ത സ്ഥലവും ആ പള്ളിയും, മാർപ്പാപ്പ പോയി പ്രാർത്ഥിച്ച മറ്റേ മാതാവിൻ്റെ ആ പള്ളിയിൽ പോകാൻ പറ്റി. അതാണ് ഏറ്റവും സന്തോഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്രയോ സ്റ്റെപ്പുള്ള അതിൻ്റെ ഹിസ്റ്ററി ദീപ്തി പറയും. അവിടെ 22 സ്റ്റെപ്പ് കയറി, മുട്ടുത്തി അഴിഞ്ഞ് കയറി അവിടെ പോയി സക്സസ് ആയിട്ട് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് കൊളോസിയം, അത് വേറെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം. എല്ലാം ഇഷ്ടപ്പെട്ടില്ല, എല്ലാരും ഇഷ്ടപ്പെട്ടു. എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ പാപ്പേനെ കാണാൻ പോയതും. ഇനിയിപ്പോ സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സ്വിറ്റ്സർലൻഡില് ചോക്ലേറ്റ് ഫാക്ടറി ഏറ്റവും ഇഷ്ടമായി. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. പിന്നെ ഓക്കെ, ജർമ്മനി ഓക്കെ, ഫോട്ടോ സെഷനൊക്കെ ജർമ്മനി ഓക്കെ ആയിരുന്നു.
മെമ്മറി ഓഫ് ഞങ്ങൾ എവിടെയൊക്കെ റൂമിൽ പോയിന്ന്. ഞങ്ങൾ ഫസ്റ്റ് ഡേ വി വെൻറ്റ് ഇൻ ടു ദ മ്യൂസിയം, വത്തിക്കാൻ മ്യൂസിയത്തിൽ പോയി. സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ പോപ്പിനെ കണ്ടു, പിന്നെ സെൻറ്റ് പീറ്റർ ബസിലിക്ക കണ്ടു, വിച്ച് ഇസ് റിയലി നൈസ്. കൊളോസിയം, അതിൻ്റെ പുറത്തുള്ള പാലന്റൈൻ ഹില്ലും പിന്നെ റോമൻ ഫോറും, അത് പാർട്ട് ഓഫ് ഇതാണ്. നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന വെച്ചാൽ അങ്ങനെ പോകാൻ പറ്റും. അവിടെ കുറേ കാണാനുണ്ട്, അത് കണ്ടു. ദെൻ വി വെൻറ്റ്, ഇന്നത്തെ ദിവസം വി വെൻറ്റ് ടു സെൻറ്റ് മേരി ദ മജോറെ, ആ പള്ളിയിൽ പോയി. പിന്നെ മുട്ടുകുത്തി എന്ന ഹോളി സ്റ്റാർസിൻ്റെ പള്ളിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് സ്പാനിഷ് സ്റ്റെപ്സ്, പിന്നെ ട്രെവി ഫൗണ്ടൻ. ഇത്രയാണ് റോം കവർ ചെയ്ത്. സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വെൻറ്റ് ഇൻ ടു ദ റെയിൻഫോൾ, പിന്നെ കുറേ ഇങ്ങനെ ആൽപ്സിൻ്റെ അതിൽ കൂടെ ഒക്കെ നടന്ന് ഒരു കൺട്രി സൈഡിനോട് സ്റ്റേ ചെയ്തു. അവർ ടൗണിലൊന്നും പോയി നിന്നിട്ട് അവിടെ കുറച്ച് നടന്ന് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ. ജർമ്മനി പോയത് ഞങ്ങൾ ബാംബർഗാണ് മെയിനായിട്ട് കറങ്ങിയത്. പക്ഷേ നേരത്തെ ഒരു സ്ഥലം മാഷിൽ പറഞ്ഞില്ലേ, ആ WHO ആ സ്ഥലത്ത് ഞങ്ങൾ അതായിരുന്നു ഫസ്റ്റ് പ്ലേസ്. മെമ്മിങ്ങാമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് അവരുടെ ടൗൺ കാണാൻ പോയത്, വിച്ച് ഇസ് റിയലി പ്രിറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു, കാരണം ആരുമില്ല, ഭയങ്കര നിശബ്ദത. അതുമാത്രമല്ല ബിൽഡിങ്സിലൊക്കെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചില ബിൽഡിങ്സിലൊക്കെ. ആൻഡ് ദെൻ ഓസ്ട്രിയ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്. ഞങ്ങൾ ഓസ്ട്രേലിയയിലും പോയായിരുന്നു, വിച്ച് ഇസ് റിയലി നൈസ്. പെട്ടെന്നാണ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും കൂടി എന്ന് പറഞ്ഞിട്ട് ആ ഒറ്റ ദിവസം ഞങ്ങൾ ജർമ്മനി ടു ഓസ്ട്രിയ ടു സ്വിറ്റ്സർലൻഡ്, വിച്ച് ഇസ് റിയലി നൈസ്. ഐ മീൻ അതർ വേ അറൗണ്ട്, സ്വിറ്റ്സർലൻഡ് ടു ഓസ്ട്രിയ ടു ജർമ്മനി, വിച്ച് ഇസ് റിയലി നൈസ് ആസ് വെൽ. സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് റെയിൻഫോൾ ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ജർമ്മനിയിലെ മറ്റേ ടൗൺ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ബാംബർഗിനേക്കാളും കൂടുതൽ മറ്റേ ടൗൺ ഇഷ്ടപ്പെട്ടെ, ബിക്കോസ് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് കുഞ്ഞൊരു ടൗൺ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പീറ്റർ ബസിലിക്കയും, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ന് പോയ പള്ളിയും ട്രെവി ഫൗണ്ടനും. Ending the vlog here. Hope you guys have enjoyed this video, and if you haven't subscribed to my channel, please subscribe, and I will see you guys next time. Bye. എല്ലാ വേസ്റ്റുകളും ബിന്നിലിടണം. അത് ഇവിടുത്തെ നമ്മുടെ ബ്ലോഗിൻ്റെ എൻ്റെ വേസ്റ്റ് ഇടലാവട്ടെ. അസംബിൾ വേണം, ഇവിടെ താമസിക്കാൻ വേണം, കുക്കും ചെയ്യണം, എന്തൊക്കെ ചെയ്യണം. നമ്മുടെ വ്ളോഗിൻ്റെ എൻ്റെ ഇതാവട്ടെ വേസ്റ്റ് കളയൽ. എൻ്റെ ക്യാമറയുടെ ചാർജ് തീർന്നതിനാൽ ഞാൻ ഫോണിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണേ. എല്ലാം കാണിച്ചു വേസ്റ്റ് കൂടി കളയണത് അവിടെ വാട്ടർ ബോട്ടിൽ, ഫുഡ് വേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കളയണം. UK-ലും നമ്മൾ സെപ്പറേറ്റ് ആണല്ലോ, ബോക്സിലാണല്ലോ ഇടുന്നത്. ഇത് നമ്മൾ കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടുപോയി കളയണം. അവിടെയാണ് നമ്മുടെ പിൻസ്. നമുക്ക് സൂപ്പർ മാർക്കറ്റും, ഈ സൂപ്പർ മാർക്കറ്റ് എന്നുണ്ട് ഞങ്ങൾ പോയ കാർഫോർ എന്നാണ്. ഇത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ, കമ്പയർഡ് ടു വാട്ട് വി ഫൈൻഡ് ലൈക്ക് അതർ സൂപ്പർ മാർക്കറ്റ് സോ ഫാർ. സോ ലെറ്റ്സ് ഗോ. അവിടെ കാർബോർഡ്, ഇവിടെ ടിന്നും പ്ലാസ്റ്റിക്കും ക്യാനും. ഇതും യെല്ലോ അങ്ങനെ തന്നെ. ഇവിടെ ഫുഡ്, ഓക്കെ, ഫുഡ് ബ്രൗൺ. ഇതിനകത്ത് മിക്സ്ഡ് വേസ്റ്റ്. ഇത് നമ്മൾ കുപ്പികൾ. എല്ലാ സാധനങ്ങളും ഇത് കണ്ട മിക്സ്ഡ് വേസ്റ്റിന്, അതായത് നമുക്ക് റീസൈക്കിൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഇതിനകത്ത് കുത്തി കെട്ടേണ്ട വരും. സോ ഇതോടുകൂടി നമ്മുടെ യൂറോപ്യൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലാവരും ഈ വേസ്റ്റിലിടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അൺടിൽ ദെൻ ഗുഡ് ബൈ. വീണ്ടും സന്ധിക്കും വരെ മടക്കം. ഞെക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രോസ് ചെയ്യാം, പക്ഷെ ഇവരാരും ഞെക്കാൻ മടിയായതുകൊണ്ട് ഞെക്കിയില്ല. പക്ഷെ ഞാൻ ഞെക്കി സിഗ്നല്. വീട്ടിൽ കയറി പോയെന്ന് അറിയില്ലല്ലോ ആൾക്കാർക്ക്. അതും കൂടി വ്ളോഗ് എടുത്തിട്ട് എൻഡ് ചെയ്യാം. ഗുഡ് നൈറ്റ്.